റിപ്പോർട്ടർ ഇമ്പാക്റ്റിലേക്കാണ്. പാലക്കാട് കാളാണ്ടിത്തറയിൽ മഴയിൽ വീട് തകർന്ന കല്യാണിക്കുട്ടിയമ്മയെ സന്ദർശിച്ച റവന്യൂ ഉദ്യോഗസ്ഥർ. റിപ്പോർട്ടർ വാർത്തയ്ക്ക് പിന്നാലെ കല്യാണിയമ്മയുടെ ദുരവസ്ഥയിൽ റവന്യൂ മന്ത്രി രാജൻ ഇടപെട്ടിരുന്നു. പിന്നാലെയാണ് പാലക്കാട് തഹസിൽദാർ ഉൾപ്പെടെയുള്ള റവന്യൂ ഉദ്യോഗസ്ഥർ കല്യാണിയമ്മയെ വീട്ടിലെത്തി സന്ദർശിച്ചത്. കല്യാണിയമ്മയെ താൽക്കാലികമായി മകളുടെ വീട്ടിലേക്ക് മാറ്റി. ഇക്ബാൽ അറക്കൽ നമുക്കൊപ്പം. ഇക്ബാൽ അറക്കൽ, മന്ത്രി നേരിട്ട് ഇടപെടുകയായിരുന്നു റിപ്പോർട്ടർ വാർത്തയിൽ. ഇപ്പോൾ എടുത്തിരിക്കുന്ന തീരുമാനം എന്താണ്? ഒരു സ്ഥിരം പുനരധിവാസം കല്യാണിയമ്മയ്ക്ക് ഉണ്ടാകും? തീർച്ചയായും ഏതായാലും അത്തരത്തിലൊരു ഉറപ്പാണ് ഇപ്പോൾ റവന്യൂ അധികൃതരിൽ നിന്ന് ലഭ്യമായിട്ടുള്ളത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ പുതുശ്ശേരി കുരുടിക്കാടിന് സമീപം കാളാണ്ടിത്തറയിലാണ്. ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ വീട് കല്യാണിയമ്മ കഴിഞ്ഞ 20 വർഷമായി താമസിച്ചിരുന്നതാണ്. 2 പെൺമക്കളാണ് കല്യാണിയമ്മയ്ക്കുള്ളത്. ഇന്നലെ വൈകിട്ട് 8 മണിയോടുകൂടി ഈ വീടിന് സമീപത്ത് തന്നെ താമസിക്കുന്ന മകൾ കല്യാണിയമ്മയെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി അവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി. ആ സമയത്താണ് കനത്ത മഴയിൽ ഈ വീട് പൂർണ്ണമായും ഇത്തരത്തിൽ തകർന്നു വീഴുന്നത്. മകളുടെ കൂടെ പോയതുകൊണ്ട് മാത്രമാണ് കല്യാണിയമ്മ രക്ഷപ്പെട്ടത്. ഏതായാലും ഈ വിവരം നമ്മൾ റിപ്പോർട്ട് ചെയ്ത ആ സമയത്ത് തന്നെ റവന്യൂ മന്ത്രി കെ രാജൻ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് കല്യാണിയമ്മയ്ക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സഹായങ്ങളും ചെയ്യാൻ ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം നൽകിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ പാലക്കാട് തഹസിൽദാരുടെ നേതൃത്വത്തിലുള്ള റവന്യൂ സംഘം ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അവർ കല്യാണിയമ്മയ്ക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സഹായങ്ങളും ചെയ്യുമെന്നുള്ള ഉറപ്പ് ആ കുടുംബത്തിന് നൽകിയിട്ടുണ്ട്. മാത്രമല്ല കല്യാണിയമ്മയുടെ മരുന്നുകളും ഭക്ഷണവും എല്ലാം ഉണ്ടായിരുന്ന ഈ വീടിനകത്തായിരുന്നു. അതെല്ലാം ഇപ്പോൾ അവർക്ക് വാങ്ങി നൽകാമെന്നുള്ള ഒരു ഉറപ്പ് നൽകിയിരുന്നു. അതിന് പിന്നാലെ ഇപ്പോൾ അവർ വാങ്ങി നൽകുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും തഹസിൽദാർ ഇപ്പോൾ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഇവരുടെ ഒരു ഏക വീടായിരുന്നു, അവർക്ക് ആകെയുള്ള ഒരു തണലായിരുന്നു. ആ വീട് നഷ്ടമായിരിക്കുകയാണ്. ഇനിയിപ്പോൾ എന്തൊരു നടപടി സ്വീകരിക്കാമെന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. റവന്യൂ മന്ത്രി നിങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുള്ളത് ഇവരുടെ വീട് പരിശോധിച്ചിട്ട് നമ്മൾ സാധാരണ ഗതിയിലുള്ള ഇതിൻ്റെ റിപ്പോർട്ട് ചെയ്യേണ്ടതുണ്ട്. എത്രമാത്രം സാധാരണ ഇപ്പോൾ ഏകദേശം പൂർണ്ണമായിട്ട് നശിച്ച രൂപത്തിലാണ്. അപ്പോൾ ഇവർ അതിൻ്റെ ആപ്ലിക്കേഷൻ ഇന്ന് തന്നെ വാങ്ങി ഇന്ന് തന്നെ നമ്മൾ പ്രോസസ്സ് ചെയ്ത് അയക്കുന്നതാണ്. തുടർന്ന് അത് പൂർണ്ണമായിട്ട് വീണതിൻ്റെ റിപ്പോർട്ട് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത്. പിന്നെ കുറേ കാലമായിട്ട് ഒറ്റയ്ക്ക് താമസിക്കുന്ന ഫാമിലിയാണ്. അവർക്ക് അവരുടെ സാധനങ്ങളെല്ലാം ഉള്ളിലായതുകൊണ്ട് ഇപ്പോൾ അത്യാവശ്യമുള്ളവർക്കുള്ള എല്ലാ സാധനങ്ങളും ഇപ്പോൾ നമ്മൾ വാങ്ങിക്കൊടുക്കുന്നുണ്ട്. കിറ്റ് ഇപ്പോൾ പുതിയ വീട് എന്നുള്ള ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ കടക്കും. തീർച്ചയായിട്ടും അത് ഇതിൻ്റെ ഗവൺമെൻറ് നോംസ് അനുസരിച്ചിട്ടുള്ള പരമാവധി ധനസഹായത്തിന് തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്യും. ഇപ്പോൾ ഒരു മകളുടെ വീട്ടിലേക്ക് മാറ്റാനാണ് തീരുമാനം. മകളുടെ വീട്ടിലേക്കാണ് തൽക്കാലം മാറ്റാൻ താമസം. അവർക്ക് എല്ലാത്ത രൂപം നമുക്ക് വേറെ അവിടെ ഷെൽട്ടർ കൊടുക്കാനുള്ള ഇതുണ്ട്. പക്ഷേ ഇപ്പോൾ അവർ മകളുടെ വീട്ടിലേക്ക് പോകാൻ താല്പര്യമുള്ളതുകൊണ്ട് അവിടേക്ക് ആക്കാനാണ് നമ്മൾ. ഈ സ്ഥലത്ത് തന്നെ ആയിരിക്കും ഇനി ഒരു പുതിയ വീടിനുള്ള നടപടികളുണ്ടാവും. ഈ സ്ഥലം ഇവരുടെ തന്നെയാണല്ലോ, അതുകൊണ്ട് ഇവിടെ തന്നെയാണ്. ഇതാണ് റവന്യൂ അധികൃതർ ഏതായാലും കല്യാണിയമ്മയ്ക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സഹായങ്ങളും ഉറപ്പ് നൽകിയിട്ടുണ്ട്. കല്യാണിയമ്മയ്ക്ക് ഒരു പുതിയ വീട് വെക്കാനുള്ള സഹായങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്തുണ്ടാവും. ഇതേ സ്ഥലത്ത് ഒരു പുതിയ സുരക്ഷിതമായിട്ടുള്ളൊരു വീട് ഉണ്ടാക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കുമെന്നുള്ളതാണ് ഇപ്പോൾ പാലക്കാട് തഹസിൽദാർ റാഫി ഇപ്പോൾ നമുക്ക് ഒരു ഉറപ്പ് നൽകിയിരിക്കുന്നത്. കല്യാണിയമ്മയുടെ മകൾ നമുക്കിപ്പം ചേരുന്നുണ്ട്. എന്താണ് ഇപ്പോൾ സന്തോഷമായോ? സമാധാനമായില്ലേ? രാത്രി മറ്റേ അമ്മ ഇവിടെയാണെങ്കിൽ ആളെ ഉണ്ടാവൂലല്ലേ. അമ്മയുടെ കരച്ചിൽ അത് ഇപ്പോഴും മാറിയില്ല. കാരണം അമ്മ തലനാരിഴക്കാണ് രക്ഷപ്പെട്ടത്. മകളുടെ കൂടെ ഭക്ഷണം കഴിക്കാൻ പോയില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ അപകടത്തിൽ അമ്മ പെടുമായിരുന്നു. ഏതായാലും ആ മകൾ വന്ന് 8 മണിയോടുകൂടി അമ്മയെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി തൊട്ടപ്പുറത്തുള്ള വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു. അങ്ങനെ ആ സമയത്താണ് ഈ വീട് പൂർണ്ണമായും തകർന്നു വീട്. ദൃശ്യങ്ങൾ നമുക്ക് കാണാം. വാർഡ് മെമ്പർ അതുപോലെ തന്നെ സ്ഥലത്തെ ജനപ്രതിനിധികളും വില്ലേജ് ഓഫീസിലെ ഉദ്യോഗസ്ഥരും എല്ലാം ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഏതായാലും കല്യാണി അമ്മയെ ഇപ്പോൾ സുരക്ഷിതമായി മകളുടെ വീട്ടിലേക്ക് മാറ്റാനുള്ള തീരുമാനമാണ് സ്വീകരിച്ചിട്ടുള്ളത്. പക്ഷേ അതിനോടൊപ്പം തന്നെ ഏറ്റവും ആശ്വാസകരമായിട്ടുള്ള വിവരം എന്ന് പറയുന്നത് ഇതേ സ്ഥലത്ത് സുരക്ഷിതമായിട്ടുള്ള ഒരു ഭവനം നിർമ്മിക്കാൻ കല്യാണിയമ്മയ്ക്കുള്ള എല്ലാ സഹായങ്ങളും സർക്കാർ ഉറപ്പ് നൽകിയിരിക്കുന്നു. അതിനോടൊപ്പം തന്നെ കല്യാണിയമ്മയ്ക്ക് ഭക്ഷണവും അതുപോലെ തന്നെ മറ്റ് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഇപ്പോൾ പാലക്കാട് തഹസിൽദാർ റാഫിയുടെ നേതൃത്വത്തിൽ ഈ വീട്ടിലേക്ക് എത്തിച്ച് നൽകിയിട്ടുണ്ട്. മരുന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എത്തിച്ച് നൽകുമെന്ന് വാർഡ് മെമ്പർ ഉൾപ്പെടെയുള്ളവർ അറിയിച്ചിട്ടുണ്ട്. PMAYയിൽ കഴിഞ്ഞ ദിവസം PMAYയിൽ ഉൾപ്പെടുത്തി കല്യാണിയമ്മയ്ക്ക് വീട് വെച്ച് നൽകാനുള്ള നടപടികൾ ആരംഭിച്ചു എന്നുള്ളതാണ് വാർഡ് മെമ്പർ ഉൾപ്പെടെയുള്ളവർ അറിയിച്ചത്. മഴയിൽ വീട് തകർന്ന കല്യാണിയമ്മയ്ക്ക് സഹായം എത്തുകയാണ്. റവന്യൂ ഉദ്യോഗസ്ഥർ ഇപ്പോൾ സ്ഥലത്ത് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. റിപ്പോർട്ട് പുറത്തുവിട്ട വാർത്തയുടെ അടിസ്ഥാനത്തിലാണ് ഈ നടപടി ഉണ്ടായിരിക്കുന്നത്. ഇക്ബാൽ അറക്കലാണ് ആ വാർത്ത പുറം ലോകത്തേക്ക് എത്തിച്ചത്. അധികൃതരുടെ ഇടപെടൽ ഉണ്ടായത്.